എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ആസ് എ ബിഗിനർ എൻ്റെ ഉള്ള കുറച്ച് ബേക്കിംഗ് ഐറ്റംസാണ്. അപ്പോൾ ഇത് കുറച്ചുള്ളൂ കേട്ടോ. ഇനിയും ഒരു പ്രോ ആയിട്ടുള്ള ആൾക്കാർ നോക്കിയാൽ ഇനിയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് സാധനങ്ങളുണ്ട്, ഞാൻ ലാസ്റ്റ് പറയാം. പിന്നെ ഫസ്റ്റ് തന്നെ മിക്സിംഗ് ബൗളാണ്. നമ്മൾ സാധാ വീട്ടിൽ യൂസ് ചെയ്യുന്ന എടുക്കരുത്, കാരണം അതിൽ നമ്മൾ വല്ല കറിയും വെച്ചിട്ട് അതിൻ്റെ ടേസ്റ്റോ മണം എന്തെങ്കിലും വന്നാൽ ആ കേക്ക് സ്പഞ്ച് ആണെങ്കിലും ക്രീം ആണെങ്കിലും ഒക്കെ രണ്ട് കൊളായി പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമതുള്ളത് ഈ ഒരു മെഷറിംഗ് കപ്പാണ്. ഇതിൽ പറഞ്ഞാൽ മെഷറിംഗ് കപ്പുണ്ട്, മെഷറിംഗ് സ്പൂൺസും ഉണ്ട്. ഈ മെഷറിംഗ് കപ്പിൽ 1/4 കപ്പ്, 1/3 കപ്പ്, 1/2 കപ്പ്, പിന്നെ 1 കപ്പ്. 1/3 കപ്പ് പറഞ്ഞത് 1/4 കപ്പിനെ കാട്ടി 1 ടേബിൾ സ്പൂൺ കൂടുതലുള്ള. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ 4 ടേബിൾ സ്പൂണാണ്. അപ്പോൾ 1/3 കപ്പ് പറഞ്ഞാൽ ഒരു 5 ടേബിൾ സ്പൂണ്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ മെഷറിംഗ് കപ്പിൽ വന്നാൽ ആ ഡാർക്ക് ബ്രൗണിലുള്ള ഇതിന് കൂടെ കിട്ടിയതല്ല, ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല 1 ടേബിൾ സ്പൂണ്. അപ്പോൾ ഇന്ത്യയിലുള്ളതൊന്ന് ഞാൻ അതിൻ്റെ കൂടെ തൂക്കിയതാണ്. ഇന്ത്യയിൽ 1 ടേബിൾ സ്പൂൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പറഞ്ഞത് 1/2 ടീസ്പൂണാണ്. ടീസ്പൂണും ടേബിൾ സ്പൂണും വ്യത്യാസമുണ്ട്. ടീസ്പൂണ് 3 ടീസ്പൂണാണ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇത് ആദ്യം കാണിച്ചത് 1/2 ടീസ്പൂണ്, രണ്ടാമത് 3/4 ടീസ്പൂണ്, മറ്റേത് 1 ടീസ്പൂണ്. ഇപ്പോൾ ലാസ്റ്റ് കാണിച്ചത് ബ്രൗണിൻ്റെ തൊട്ട് മുന്നത്തെ 1/2 ടേബിൾ സ്പൂണ്, ബ്രൗണ് 1 ടേബിൾ സ്പൂണ്. അപ്പോൾ ഇതിന് കൂടെ എക്സ്ട്രാ സെയിം വന്നാൽ തന്നെ കിട്ടിയിട്ട് തന്നാൽ, അപ്പോൾ ഞാൻ വേറെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ ലാസ്റ്റ് കാണിക്കാം. പിന്നെ വേണ്ടത് വിസ്കാണ്. ഒക്കെ ഒരുപാട് യൂസ് ആവട്ടെ, കാരണം നമ്മൾ ഒരുപാട് പൊടികളൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി പെട്ടെന്ന് മിക്സ് ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊന്നുള്ളത് നല്ലതാണ്. എല്ലാം ഞാൻ ബൗളിലേക്ക് വെക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ കറക്റ്റായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ മിക്സിംഗ് ബൗൾ വാങ്ങുമ്പോൾ അടിവട്ടം കുറവുള്ളത് വാങ്ങുക, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഉള്ളത് ഇന്ത്യയിലുള്ള ഈ ഒരു ഇതിനെന്താ പറയില്ല, ഈ പിടിച്ച് ഞെക്കിയിട്ട് ഇതാക്കണ മറ്റേ ബീറ്റർ പോലത്തെ സാധനമാണ് വിസ്ക്. ഇത് അത്രയ്ക്ക് യൂസൊന്നുമില്ല, കാരണം ഇത് കുറേ നേരം ഒരു 10-15 മിനിറ്റോളം നിന്നാലാണ് ഇത് ബീറ്റായി കിട്ടുള്ളൂ. ഇത് ഗൾഫിൽ നിന്ന് കൊടുത്ത് വെച്ചാണ്. നല്ല പണിയാണ്. നമ്മൾ വിചാരിക്കുന്നത് എളുപ്പമല്ലേ, കുറച്ച് തന്നെ കൈയുണ്ട് വേദനിക്കാൻ തുടങ്ങും. ഇത് കുഴപ്പമില്ല, എന്നാലും നമുക്ക് ക്രീം ബീറ്റ് ചെയ്യാനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് കുറേ ടൈം എടുക്കും. അപ്പോഴത്തേക്കും ക്രീമൊക്കെ ലൂസായിപ്പോവും. അടുത്തതുള്ളത് ഒരു സ്പാച്ചിലാണ്. ഇത് ഇന്ത്യയിലുള്ള സ്മോളാണ്, ഇന്ത്യയിൽ ബിക്കില്ല, ഞാൻ വാങ്ങണഞ്ഞ്. അപ്പോൾ ഇത് പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളാവും. നമ്മൾ ഈ ബാറ്ററൊക്കെ വേസ്റ്റ് ആവണേ നമുക്ക് നല്ല വടിച്ച് കിട്ടും. പാത്രത്തിൽ നിന്ന് മൊത്തം ബാറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് വാങ്ങിച്ചേക്കണം, നല്ലതാണ്. ബേക്കറി അല്ലെങ്കിലും നിങ്ങൾക്കിത് വാങ്ങിച്ചേക്കാം കേട്ടോ, അടിപൊളി സാധനമാണ്. പിന്നെ നമ്മൾ കേക്കൊക്കെ പെർഫെക്റ്റായിട്ട് ഷാർപ്പ് എഡ്ജിനും ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ സ്ക്രേപ്പർ വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ അതിന് തല്ലത്ത് വല്ല എക്സ്ട്രാ ആയിട്ട് വല്ലതും ഉണ്ടോ നോക്കുക, കാരണം നമ്മളെ സ്ട്രക്ചറിനെ മാറ്റും, ഒരു ലൈൻസൊക്കെ വരും കേട്ടോ. പിന്നെ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. മറ്റു പറഞ്ഞൊരു കാർഡാണ് കേട്ടോ. അതാണ് കുറച്ചുകൂടെ നല്ലത്. ഞാൻ 3 സ്ക്രേപ്പേഴ്സും 1 ടേൺ ടേബിളും കൂടി ഓഫറിന് കിട്ടിയതാണ്. സ്ക്രേപ്പർ 3 വന്നതിൽ 2 സെയിം ഇരുന്ന്. പിന്നെ ഇത് പറഞ്ഞാൽ അതിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ. പാലറ്റ് നൈഫ് ആരും പറഞ്ഞില്ല, ഓൺലൈൻ അതിൻ്റെ കൂടെ കിട്ടിയതാണ്. അത് നല്ല ചെറുതാണ്, കുറച്ച് വലുത് ഞാൻ വാങ്ങിയിട്ട് കാണിച്ചു തരാം. ഇത് നമ്മൾ ഫ്ലവറൊക്കെ ചെയ്യാൻ എടുക്കുന്ന ഫ്ലവർ നെയിലാണ്. ഇതിലാണ് നമ്മൾ റോസ് ഫ്ലവറൊക്കെ ചെയ്യാം. അടുത്ത് ഇത് 2 മിക്സിംഗ് ബൗളുണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടു തോന്നുന്നു. ഇപ്പോൾ ഇത് രണ്ടാമത്തെയാണ്. അത് ഞാൻ പറഞ്ഞ കാരണം ഞാൻ വീണ്ടും ചെയ്യുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞതിൽ പാലറ്റ് നൈഫ് വലുതുള്ളത്. ഇതാണ് കുറച്ചുകൂടി യൂസ്ഫുള്ള്. പിന്നെ വാങ്ങുമ്പോൾ ഒന്ന് ബെൻഡുള്ള ടൈപ്പ് വാങ്ങാൻ നോക്കുക. ഞാൻ വാങ്ങിയതാണ്. ബെൻഡുള്ളത് നോക്കിപ്പോയിട്ട് ബെൻഡില്ലാത്ത പോയി വാങ്ങി. ഇതിന് ഇത്ര നീളമുണ്ട്. മറ്റേ പാലറ്റ് നൈഫിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കണ്ട ഇത്രയേ ഉള്ളൂ. ഇത് കുറച്ച് മുന്നുള്ളത് മാറ്റാൻ അയക്കണേ കത്തി. ഇത് പറഞ്ഞത് നമ്മൾ കേക്കൊക്കെ ലെയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇത് മാറ്റാൻ അയക്കണം. ഇപ്പോൾ മാറ്റിയിരിക്കണേ, ഞങ്ങളിപ്പോൾ വേറെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അത് കാണാനില്ല. അപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടി പെട്ടെന്നൊന്ന് ഓടിപ്പോയി എടുത്തതാണ്. പിന്നെയുള്ളത് ബീറ്ററാണ്. ഇത് ഇംപെക്സിൻ്റെ ബീറ്ററാണ്. ഇങ്ങനെയാണ്
ഇതിൻ്റെ വിസ്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാം. ഇതിൻ്റെ സ്പീഡാണ്. ടർബോ എന്തിനാ അറിയില്ല. പിന്നെ മറ്റേത് വലിയ സ്വിച്ച് പറഞ്ഞാൽ ഈ വിസ്ക് ഡിറ്റാച്ച് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ മാറ്റിക്കുന്നുണ്ട്. ഇൻബെക്സിൻ്റെ ആണ്, കുഴപ്പമില്ല, നല്ലതാണ്. അടുത്തത് പറഞ്ഞ കേക്ക് ടിന്നുകളാണ്. ഈ ഒരു ടിന്ന് പറഞ്ഞാൽ 7 ഇഞ്ചിൻ്റെ ടിന്നാണ്. ഇത് 1 kg കേക്കിനുള്ള ടിന്നുണ്ട്. 7 ഇഞ്ചാണ്. ഇതിന് എല്ലാത്തിനും റേറ്റ് നമുക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഇതിൽ ചെറുതായിട്ട് എഴുതിയ കാരണം അറിയാം. ഇതിന് 105 രൂപയായി. അപ്പോൾ ഇത് ഒരു 7 ഇഞ്ചിൻ്റെ ടിന്നാണ്. ഇനി ഇതിലൊരു വലിയ ടിന്നുണ്ട്, അത് എത്ര അറിയില്ല, ഞാൻ നോക്കിയില്ല കേട്ടോ. പിന്നെ ഇതെങ്ങനെ ഇളക്കി വെച്ചാൽ പിന്നീന്ന് നമ്മൾ മെഷറിങ് ടേപ്പില്ലേ നമ്മൾ തുണി കളക്കുന്നത്, അത് വെച്ചിട്ട് ആ നടുവിൽ വെച്ചിട്ടുണ്ട് ഇളക്കി ചെയ്യുക. മൊത്തത്തിൽ ഇളക്കി ഇനി അടുത്തത് ഞാൻ പറഞ്ഞ വലിയ ടിന്നി. ഇത് കുറേ കാലം ഇവിടെ ഉള്ളതാണ്, അതുകൊണ്ട് ഒന്നാകെ ഒരുതരം കളറൊക്കെ വന്നിരിക്കണം. ഇതിൻ്റെ അളവ് എത്ര അറിയില്ല, എനിക്ക് തോന്നുന്നത് 8 ഇഞ്ച് 8.5 ഇഞ്ച് തൊട്ടാണ്, അത്രയാണ്. പിന്നുള്ളത് ഒരു സ്ക്വയർ ടിന്നാണ്. ഇത് പറഞ്ഞാൽ 7 ഇഞ്ചിൻ്റെയാണ്, എന്ന് വെച്ചാൽ 1 കിലോൻ്റെ. പിന്നെ ഒരു കാര്യം, എൻ്റെ വീട്ടിൽ ഓവനില്ല, ഞാൻ സ്റ്റൗ ടോപ്പിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്യണത്. ഇത് ജസ്റ്റ് മിസ്സിനാണ്, മറ്റേ എന്താണ് നമ്മൾ പറയില്ല ബിരിയാണി പോട്ടിൽ ഇത് ഒന്ന് ഒതുങ്ങിയത്, ജസ്റ്റ് മിസ്സിന്. അപ്പോൾ സ്ക്വയർ ടിന്നിൽ ഞാൻ ബ്രൗണീസൊക്കെ ഉണ്ടാക്കാനും, ബ്രൗണീസ് അല്ല കേക്ക്സ് ഉണ്ടാക്കാൻ ഞാൻ ഇതിൽ ഉണ്ടാക്കിയത്, ലാസ്റ്റ് ഉണ്ടാക്കിയത് ബ്രൗണീസാണ്, അടിപൊളിയായി കിട്ടിയത്. പിന്നെ ടേൺ ടേബിൾ ഞാൻ പറഞ്ഞല്ലോ ഓഫറിൽ സാധനത്തിനൊപ്പം കിട്ടിയ ആ പാലറ്റ് നൈഫും കുഞ്ഞ് പാലറ്റ് നൈഫും ആ സ്ക്രേപ്പറൊക്കെ ഇതിന് കൂടെ കിട്ടിയതാണ്. പിന്നെ ആ സ്ക്രേപ്പറിൻ്റെ കൂടെ ഒരു സ്ക്രേപ്പറും കൂടി ഉണ്ട്, ഞാൻ അതിൽ കാണിക്കാൻ വിട്ടിട്ടുണ്ട്, ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഇത് കുറച്ചുകൂടി നിങ്ങൾ നല്ലോണം ബേക്ക് ചെയ്ത് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റീലിൻ്റെ കിട്ടും, അത് കുറച്ചും കൂടി നല്ല വിലയാണ്, 2000 രൂപയ്ക്ക് മുകളിലാണ്. അപ്പോൾ അത് വാങ്ങാം, അതിലാണെങ്കിൽ കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടും. ഞാൻ അപ്പോൾ തുടക്കക്കാരിയായ കാരണം ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ യൂസാണ്. പിന്നെ നമ്മൾ കേക്കൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും വേണ്ട സാധനമാണ് വെയിറ്റ് സ്കെയിൽ. നമ്മൾ കേക്കൊക്കെ എത്ര കിലോ ഉണ്ടെന്ന് നോക്കാനാണ്. ആ ഓൺ ഓഫ് ബട്ടൺ ഓൺ ആക്കാനും ഓഫ് ആക്കാനും. പിന്നെ ടയർ പറഞ്ഞത് അതുപോലെ എന്തെങ്കിലും വെയിറ്റ് വെച്ചിട്ട് പാത്രത്തിൻ്റെ വെയിറ്റ് കളയണമെങ്കിൽ ആ ടയറിന് അമർത്തി അതിൻ്റെ വെയിറ്റ് അങ്ങോട്ട് പോകും. എന്നിട്ട് അതിൽ ഇൻഗ്രീഡിയൻസ് ഇടാം, അങ്ങനെയാണ്. ഓക്കെ, ആ മറ്റേ മൂട് പറഞ്ഞാൽ അതിൻ്റെ എന്തോ ഗ്രാമളവ് വേറെ ഏതൊക്കെ അളവിലേക്ക് മാറ്റണം കേട്ടോ. അത് കറക്റ്റ് അതിന് എനിക്കൊക്കില്ല, എനിക്ക് കേട്ടിട്ടുണ്ടോ വിചാരിച്ചു. എന്താ അതിൻ്റെ യൂസ് അറിയില്ല കേട്ടോ, ഞാൻ നോക്കണം. പിന്നെ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു പോയി ചെക്ക് ചെയ്തൊക്കെ ഷോർട്സിലാണ് കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് എസൻസുകളൊക്കെയാണ്. ഇത് ഫസ്റ്റ് തന്നെ ബേക്കേഴ്സിൻ്റെ വാനില എസൻസാണ്. ഇത് കുഞ്ഞത് നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുള്ള ഇത് വാങ്ങണം നല്ലത്. ഇതിന് ഈ ഒരു കുപ്പി കൊണ്ട് നമുക്ക് 2-3 കേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇടയ്ക്ക് മീൻസ് ഒരു 1.5 വീട്ടിലേക്ക് ഓർഡർ വെച്ച് വരുമ്പോൾ വീട്ടിലേക്ക് സ്പഞ്ചെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നൊന്നുമില്ലെങ്കിലും ഉണ്ടാക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ബുഷിൻ്റെ ഈ ഒരു വലിയ കുപ്പി വാങ്ങി. അപ്പോൾ ഇതിന് എത്ര രൂപ വെച്ചാൽ ഒരു 77 രൂപ തോന്നുന്നു. മറ്റേന് ആ ചെറുതിന് 33. ഓക്കെ, ഇത് വലിയ എസൻസാണ്. പിന്നുള്ളത് നമ്മൾ ഫ്ലേവറിന് ആഡ് ചെയ്യണതാണ്. ഇത് എല്ലാത്തിലൊന്നും ആഡ് ചെയ്യില്ല കേട്ടോ. നമ്മൾ ചിലപ്പോൾ വല്ല കളറിനും ടേസ്റ്റിനൊക്കെ ഇടയ്ക്ക് എങ്ങാനും ആഡ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ചോക്ലേറ്റ് മിക്സാണ്, ടൈഗറിൻ്റെ ആണ് ഈ കളറ്, ടൈഗറിൻ്റെ ചോക്ലേറ്റ് മിക്സ്, പിന്നെ സ്ട്രോബെറിയുടെ മിക്സ്. ഇത് ആഡ് ചെയ്താൽ ഒരു ഫ്ലേവറും കിട്ടും, ആ ഒരു കളറും കിട്ടും. ഇത് ബട്ടർ സ്കോച്ചിൻ്റെ ആണ്, ബട്ടർ സ്കോച്ച് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യാനുള്ളതാണ്. പിന്നുള്ളത് പിസ്താഷ്യോ ഏലക്കയുടെ കൂടി ഫ്ലേവറുള്ള ഒരു മിക്സും കൂടിയാണ്. പിന്നെയുള്ള കളേഴ്സാണ്, എൻ്റെ കയ്യിലുള്ള ഇത്ര കളേഴ്സുള്ളൂ. അപ്പോൾ ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഉള്ളത് ഒരു റേഡിയൻറ്റ് യെല്ലോ പറഞ്ഞ കളറാണ്, ബാക്കിയൊക്കെ ഡാർക്ക് കളേഴ്സാണ്. പിന്നുള്ളത് ഗ്രീനാണ്. അടുത്തതായിട്ടുള്ളത് പിന്നുള്ളത് ഈ ഒരു ബ്ലൂ കളറാണ്. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് എക്സ്ട്രാ പറഞ്ഞ ഒരു ചോക്ലേറ്റ് കളറ്. പിന്നെ ഈ ഒരു റേഡിയൻറ്റ് വയലറ്റ്.
പിന്നെ ഈ ഒരു റെഡാണ്. ഇനിയുള്ള സാധനങ്ങൾ പറഞ്ഞാൽ ഇതാ ഈ ഒരു ഗോൾഡ് ഫ്ലേക്സ് ആണ്. ഇത് ഇന്ത്യയിലുള്ള ഞാൻ ഡെക്കറേഷൻ വാങ്ങിയത് കേട്ടോ. ഈ ഒരു ഡപ്പയ്ക്ക് 70 രൂപയാണ്. ഇപ്പോൾ ഗോൾഡിൻ്റെ ഒരു ഫ്ലേക്സ് പോലത്തെ സാധനമാണ്. ഫ്ലെക്സ് അല്ല, ഇങ്ങനെ പോലത്തെ സാധനം ഇങ്ങനെ ഉപയോഗിക്കുക തന്നെ. ഇതൊരു 70 രൂപയാണ് കേട്ടോ ഇതിന് സിൽവറും കിട്ടും. ഞാൻ ഗോൾഡാണ് വാങ്ങിയത്. ഗോൾഡായിരുന്നു ഡെക്കറേഷനിലുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ളത് ബീഡ്സൊക്കെയാണ്. ബീഡ്സിന് വെക്കണം നോക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ കൂടെ എക്സ്ട്രാ വന്ന സ്പൂൺസ് ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു വേറെ നഷ്ടങ്ങപ്പ് പോലെ സെറ്റ് ചെയ്തതാണ്. പിന്നെ ഉള്ളത് മറ്റേൻ്റെ കൂടെ കിട്ടിയ ഒരു സ്ക്രേപ്പറാണ് കേട്ടത്. അല്ല, 2 സൈഡിലും 2 രീതിക്കാണുള്ളത്. പിന്നെ ഉള്ളത് ഈ ഗോൾഡൻ ബീഡ്സാണ് കുളിക്കുന്നത്. ഗോൾഡൻ്റെ ബീഡ്സാണ്. ഇതൊക്കെ കുത്തി നിറച്ച് കയറ്റിയാണ് 45 രൂപയാണ്. ഇതിൻ്റെ വൈറ്റിന് നല്ല വിലയാണ്. അതാണ് കുറച്ചുള്ളൂ, അതിന് 55 രൂപയാണ്. ഇത് സിൽവറാണ് അതിൻ്റെ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഇനി എക്സ്ട്രാ ആയിട്ട് പിന്നെ ഇതിപ്പോൾ കുറച്ച് യൂസ് ചെയ്തതാണ്. ഇതിന് 55 രൂപയാണ്. ഇതിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഈ ഗോൾഡിനും സിൽവറിലും കൊല്ലം ആകെ നിറച്ചിട്ടുണ്ടായിരുന്നില്ല, ആകെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വൈറ്റിനൊക്കെ നല്ല വില ഉണ്ട്. ഗോൾഡ് സിൽവർ ഈ 3 കളറാണുള്ളത്. ഗോൾഡിനും സിൽവറിനും ഒരു വിലയാണ് 45 തന്നെയാണ്. വൈറ്റിന് ഒരു 55. ഇത് പറഞ്ഞാൽ മെല്ലോൻ്റെ വൈറ്റ് ചോക്ലേറ്റ് ആണ്. വൈറ്റ് കോമ്പൗണ്ടാണ്. നമ്മൾ കേക്ക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് യൂസ് ആക്കണം. പിന്നുള്ളത് ഞാൻ ടേൺ ടേബിളിലൊക്കെ കൂടെ ഫ്രീ കിട്ടിയ ടോപ്പറാണ്. ഇതല്ലാണ്ട് കുറേ ടോപ്പേഴ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നിട്ടുണ്ട്. അതുപോലെ കുറച്ച് സാധനങ്ങളുണ്ട് ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നിട്ടുണ്ട്. ഇതുപോലത്തെ സിലിക്കൺ മോഡാണ്. ഈ പേരൊക്കെ എഴുതണമെങ്കിൽ ഇത് ഭയങ്കര സിമ്പിളാണ്. ഇതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഒഴിച്ചാൽ മതി. പിന്നെ ഞാൻ അതിൽ കാണുന്ന പോലെ ഞാൻ 4 എണ്ണം ഉള്ളത്. ഞാൻ പിന്നെ ഇതിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ, പൈപ്പിംഗ് ബാഗ്, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ആഡാക്കാൻ. പിന്നെ പൈപ്പിംഗ് ബാഗ്, ഈ ടോപ്പർ, കേക്ക് ബോർഡ്, അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ഈ ഒരു സിലിക്കൺ മോൾഡ്. പിന്നെ എൻ്റെ കയ്യിൽ ക്രഷൊന്നുമില്ല കേട്ടോ. ഞാൻ ലാസ്റ്റ് ചെയ്ത പൈനാപ്പിൾ കേക്കിന് ഞാൻ ലാസ്റ്റായിട്ട് പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കി. അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തത് ക്രഷ്. ഇത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. ഇത് ഫ്രീസറിലാണ് സൂക്ഷിക്കണം. അതുകൊണ്ട് കല്ല് കണക്കിയിരിക്കണം, നല്ല അടച്ച് സൂക്ഷിക്കണം. ഞാൻ ഇതുപോലെയല്ല വെച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഒരു ബ്രെഡിന് കവർ വെച്ചിട്ട് നല്ല രീതിക്ക് 2 കൂടി ഒപ്പം കവർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ ഉണ്ട്, ആ കവർ എടുത്ത് മാറ്റിയതാണ്. ഈ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സാധനങ്ങളാട്ടോ. ഒന്നാണ് മറ്റേ വിപ്പിംഗ് ക്രീം കാണിച്ചത്, രണ്ടാമത്തത് അൺസോൾട്ടഡ് ബട്ടർ. കേക്കിൽ അധികം യൂസ് ചെയ്യില്ലെങ്കിലും ഗനാഷൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഷൈനി ഇതൊക്കെ കിട്ടാൻ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ബ്രൗൺ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ആഡ് ചെയ്യും. പിന്നെ മെല്ലോൻ്റെ തന്നെ ഒരു ഡാർക്ക് കോമ്പൗണ്ടാണ്. പിന്നെ നോസിൽസിനെ കുറിച്ച് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ ഫ്രിഡ്ജിൽ ഞാൻ സൂക്ഷിക്കും. പൊട്ടിച്ചതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സാണ്. ഓക്കെ, ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ്. പിന്നെ നമ്മൾ പ്ലം കേക്കിന് യൂസ് ചെയ്യുന്ന ടൂട്ടി ഫ്രൂട്ടി ഗ്രീൻ കളറുണ്ട്. പിന്നെ ചുവപ്പ് കളറുണ്ട് അതിൻ്റെ. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ് വേറൊരു ഡപ്പ ഇരിക്കുന്നുണ്ട്. ഇതും കൂടാതെ ഇത് മിൽക്ക് ചോക്ലേറ്റ് ചിപ്സാണ്. പിന്നെ ഇത് ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ്. ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.